ജയിൽ പുതിയ തുടക്കങ്ങളുടെ സ്ഥലമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ വെനീസിലെ വനിതാ തടവുകാരുമായി കൂടിക്കാഴ്ച നടത്തി. വെനീസിലെ ജുദേക്ക ദ്വീപിലെ തടവറയിൽ കഴിയുന്ന വനിതാ തടവുകാരുമായാണ് പാപ്പ കഴിഞ്ഞ ദിനം കൂടിക്കാഴ്ച നടത്തിയത്. ആരും ആരുടെയും അന്തസ്സെടുത്ത് കളയരുത്. ഭൗതികവും ധാർമ്മികവുമായ ഒരു പുനർജന്മത്തിൻ്റെ ഇടമാണിത്. അതിനാൽ ഒറ്റപ്പെട്ടു പോകാതെ പരസ്പര ബഹുമാനത്തിലൂടെയും അന്യോന്യം കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിലൂടെയും ഇത് സാധ്യമാക്കാമെന്നും പാപ്പ അനുസ്മരിപ്പിച്ചു. തടവുകാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് മാനുഷികവും ആത്മീയവും സാംസ്കാരികവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് സഹായകരമായ സാഹചര്യങ്ങളും പുനരൈക്യത്തിനുള്ള അവസരങ്ങളും ഒരുക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഒന്നും മുൻപത്തെ പോലെ ആകില്ലെന്നും ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ഏറ്റവും ക്ലേശകരമായ പരീക്ഷണമാണ് ഈ യുദ്ധമെന്നും ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബല്ല ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം 200 ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലാണ് കർദിനാൾ പിസബല്ല ഇപ്രകാരം പങ്കുവച്ചത്. ഇത് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഒന്നും മുമ്പത്തെ പോലെ ആകില്ല. യുദ്ധത്തിൻ്റെ ദുരന്തങ്ങൾ അനുദിനം അരങ്ങേറുമ്പോൾ ഈ കൊടുങ്കാറ്റിനെ നേരിടാനുള്ള മികച്ച ആയുധം പ്രാർത്ഥന മാത്രമാണ് എന്നും കർദിനാൾ പങ്കുവച്ചു. യുദ്ധത്തിൻ്റെ ഈ നാളുകളിൽ വെടിനിർത്തലിനുള്ള ആഹ്വാനങ്ങൾ നൽകിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ സമാധാനത്തിൻ്റെ സാന്നിധ്യമായിരുന്നുവെന്നും ദിവസേനയുള്ള ഫോൺ കോളുകളിലൂടെ ആശ്വാസം നൽകിയിരുന്നെന്നും കർദിനാൾ പിസബല്ല കൂട്ടിച്ചേർത്തു. ഈ 6 മാസത്തിനുള്ളിൽ സംഭവിച്ചതെല്ലാം ഇരു കൂട്ടർക്കും നഷ്ടമാണ് നൽകിയിട്ടുള്ളത്. യുദ്ധം തുടരുക എന്നതിലുപരി സ്വയം പുനർവിചിന്തനം നടത്തി യുദ്ധം ഒഴിവാക്കേണ്ടത് ആവശ്യമാണെന്ന് കൂടി കർദിനാൾ വ്യക്തമാക്കി. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.